റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വഹ്യുമായി മലക്കുകൾ വന്നിരിക്കുന്നു. ആ വന്നത് ജിബ്രീലല്ല, മറ്റു മലക്കുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വന്നതിലൊരു മലക്ക് പറയുന്നു, ഇന്ന ഇബ്നക ഹാദ ഹുസൈൻ മഖ്തൂൽ. പ്രവാചകരെ, നിങ്ങളുടെ ഈ പേരക്കുട്ടി ഹുസൈൻ, അദ്ദേഹം കൊല്ലപ്പെടുക തന്നെ ചെയ്യും. താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്ന ആ നാട്ടിലെ മണ്ണ് അത് ഞാൻ കാണിച്ചു നൽകാം. ഫഅഖ്റജ തുർബതൻ ഹംറ. മലക്കുകൾ ചുവന്ന മണ്ണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. സഹാബികൾ പറയാറുണ്ട്, ഇത് കർബലയിലെ മണ്ണാണ്, ഈ നാട് കർബലയാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹിച്ച കുട്ടിയാണ് ഹുസൈൻ. മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി വമൻ അബ്ഗളഹുമാ ഫഖദ് അബ്ഗളനി. ആരെങ്കിലും ഹസനെയും ഹുസൈനെയും സ്നേഹിച്ചാൽ അവരെന്നെ സ്നേഹിച്ചിരിക്കുന്നു. അവരോട് വെറുപ്പുണ്ടെങ്കിൽ, അവരോട് വൈരാഗ്യമുണ്ടെങ്കിൽ അവരെന്നോട് വെറുപ്പ് കാണിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. രണ്ടുപേരും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അഹ്ലുബൈത്തിനെ നമ്മൾ സ്നേഹിക്കുന്നു, സ്വഹാബികളെ മുഴുവൻ നമ്മൾ സ്നേഹിക്കുന്നു. ഏതെങ്കിലും ഒരു സ്വഹാബിയോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യം, ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിലില്ല. എന്നാൽ ഇന്ന് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി വച്ച കഥയിൽ, ആ ചരിത്രങ്ങളിൽ ചില വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്താണ് കർബലയിൽ സംഭവിച്ചത്? അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ നാടിന് എന്തെങ്കിലും മഹത്വങ്ങളില്ല. ആ നാടിനെ സ്നേഹിക്കുന്നവരുണ്ട്, അവിടെയുള്ള മണ്ണ് ശേഖരിക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ കർബല എന്ന മണ്ണ് അഹ്ലുബൈത്തിന്റെ രക്തം വീണ മണ്ണാണ്, പ്രവാചക കുടുംബത്തിന്റെ കണ്ണുനീര് വീണ മണ്ണാണ്. അതിനൊരു മഹത്വമോ ആ മണ്ണിനൊരു ആദരവോ അങ്ങനെ ഒന്നും ഇസ്ലാം ദീനിലില്ല. സ്വഹാബത്താണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്വഹാബിയെക്കുറിച്ചും നമുക്കെതിരഭിപ്രായമില്ല. സ്വഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനാണ്. ഏതെങ്കിലും ഒരു സ്വഹാബിയോട് ഒരു വെറുപ്പുണ്ട് എങ്കിൽ അത് നിഫാഖിൻ്റെ അടയാളമാണ്. ആദർശപരമായ എന്തെങ്കിലും തരത്തിലുള്ള പോരാട്ടങ്ങൾ സ്വഹാബത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അവർക്കിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ മൗനം പാലിക്കുക എന്നതാണ് നമ്മുടെ നിലപാട്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവാണ് ഹുസൈൻ റളിയല്ലാഹു തന്റെ മരണത്തിന് കാരണക്കാരൻ എന്നുപോലും പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. മുആവിയ റളിയല്ലാഹു തന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു തആല അൻഹു എന്നു പറയാൻ മടി കാണിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ചരിത്രം കേട്ടുകൊണ്ട്, ആ ചരിത്രം വിശ്വസിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുമ്പോൾ അത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കൃത്യമായി എന്താണ് കർബല, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഇൻഷാ അല്ലാഹ് ഒരു ഖുത്ബയിലൂടെ അത് പറഞ്ഞു തീർക്കുക സാധ്യമല്ല. എൻ്റെ ഖുത്ബയിലൂടെ ആ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കി പോകണം.
മഹാനായ അലി റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം 6 മാസക്കാലം ഹസൻ റളിയല്ലാഹു തആല ഭരണം നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു 6 വർഷക്കാലം ജീവിക്കാനാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ഹുസൈൻ റളിയല്ലാഹു തആലവിന് 5 വർഷക്കാലം, വളരെ ചെറിയ കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച, മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി ഖുതുബ നിർത്തിവെച്ച് അവരെ കൈകളിലെടുത്ത് ഓമനിച്ച, അങ്ങനെ റസൂലുള്ളാഹി സ്നേഹിച്ച പ്രവാചകന്റെ 2 പേരമക്കൾ. അതിൽ ഹസൻ റളിയല്ലാഹു തആലഹു അലി റളിയല്ലാഹു തആലഹുവിന്റെ ഭരണത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം 6 മാസക്കാലം ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണമേറ്റെടുത്തു. ആ 6 മാസത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു തആലഹുവിലേക്ക് ഭരണം കൈമാറിയത് ഹസൻ റളിയല്ലാഹു തആലഹുവാണ്. അത് പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ്. മുസ്ലിമീങ്ങൾക്കിടയിലെ 2 സംഘങ്ങൾക്കിടയിൽ സുൽഹായി, സന്ധിയായി മഹാനായ ഹസൻ റളിയല്ലാഹു തആല മാറുമെന്നത് പ്രവാചകന്റെ പ്രവചനമാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആലഹുവിലേക്ക് ഹിജ്റയുടെ 40-ൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണം നീങ്ങി. അദ്ദേഹം ആരാണ്? ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മാവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാത്തിബുൽ വഹ്യ്, വഹ്യ് എഴുത്തുകാരനാണ്. ഒരുപാട് ഫളിലുള്ള, വലിയ ഹിക്മത്തുള്ള സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഒരു എതിരഭിപ്രായം ഇസ്ലാമിക ചരിത്രത്തിൽ മുആവിയ റളിയല്ലാഹു തആലയെ കുറിച്ച് കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിക ലോകം ഒന്നടങ്കം ഒന്നിച്ചു ബൈഅത്ത് ചെയ്ത 20 കൊല്ലക്കാലം ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായി ജീവിച്ച ഭരണാധികാരി മഹാനായ മുആവിയ റളിയല്ലാഹു തആലയുടെ 20 കൊല്ലത്തെ ഭരണത്തിനിടയിൽ മുആവിയ റളിയല്ലാഹു തആലയെ വിമർശിക്കുന്നവരെ എന്തെങ്കിലും ഒരു അനിസ്ലാമിക പ്രവണത കാണാൻ കഴിയുമോ? ആ 20 കൊല്ലത്തെ ഖിലാഫത്തിൽ ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായോ? അത്രയേറെ ഐക്യത്തോടുകൂടെ, അത്രയേറെ ജനങ്ങൾ അംഗീകരിച്ച ഖിലാഫത്തായിരുന്നു മഹാനായ മുആവിയ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്ത്. അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തത് ഹസൻ റളിയല്ലാഹു തആലഹുവാണ്. തീർന്നില്ല. അദ്ദേഹം ദമസ്കസിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ഹസൻ റളിയല്ലാഹു തആലഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലും. സ്നേഹത്തോടുകൂടെ മുആവിയ റളിയല്ലാഹു തആല സ്വീകരിക്കും, സമ്മാനങ്ങൾ കൈമാറും. അത്ര സ്നേഹത്തോടുകൂടെയാണ് മുആവിയ റളിയല്ലാഹു തആലഹു അഹ്ലു ബൈത്തിനെ സ്വീകരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളെ സ്വീകരിച്ചത്. അന്ന് മുആവിയ റളിയല്ലാഹു തആലഹുവിന് ഹസൻ റളിയല്ലാഹു തആല ഭരണം കൈമാറിയത് ഇഷ്ടപ്പെടാതിരുന്ന വിഭാഗം ഷിയാക്കളാണ്. ഷിയാക്കൾക്കതിൽ ഹസൻ റളിയല്ലാഹു തആലഹുവിനോട് ദേഷ്യമുണ്ടായിരുന്നു. അവർ സ്വഹാബാക്കളെ ചീത്ത വിളിക്കുന്നവരാണ്, സ്വഹാബാക്കളെ മോശം പറയുന്നവരാണ്. അഹ്ലുസുന്നയുടെ നിലപാട് ലാ തസുബ്ബു വസ്വഹാബി, എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. ഒരു സ്വഹാബിയെ കുറിച്ചും മോശമായൊരു വാക്ക് ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരരുത്. നമ്മൾ ഉഹുദ് മലയോളം ചിലവഴിച്ചാലും സ്വഹാബത്തിന്റെ ഒരു മുദ്ദിനോളം എത്തുകയില്ല. സ്വഹാബത്തിന്റെ ഫളിൽ നമ്മളെക്കാൾ എത്രയോ ഉയരങ്ങളിലാണ്. അള്ളാഹുവാണ് അവരെ മഹത്വവൽക്കരിച്ചത്. ചില ആളുകൾ പറയും, കണ്ടോ മുആവിയ റളിയല്ലാഹു തന്നെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്നു, മുആവിയെ നന്നാക്കാൻ ഒപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മുആവിയ റളിയല്ലാഹു തന്നെ സ്ഥാനം നൽകിയത് റസൂലുള്ളാഹിയാണ്. സ്വഹാബത്തിന് ഫളിൽ നൽകിയത് ഞാനോ നിങ്ങളോ അല്ല, അള്ളാഹുവാൻ. അവരുടെ സ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളപൂശേണ്ട, നമ്മൾ ഒപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഫളിലുണ്ട്. ആ ഫളിൽ ഇസ്ലാമിന്റെ ആദർശമാണ്. അവരോട് വെറുപ്പുണ്ടോ? അത് നിഫാഖാണ്, കാപട്യമാണ് എന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹിജ്റയുടെ 49-ൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല ഹസൻ റളിയല്ലാഹു തആല വഫാത്തായി. രണ്ടുപേരും ഇരട്ട കുട്ടികളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതല്ല, ഹസനാണ് മൂത്തത്,
അത് കഴിഞ്ഞിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു തആലഹു. ഹസൻ റളിയല്ലാഹു തആല വഫാത്തായി. ഹിജ്റയുടെ 60 മഹാനായ മുആവിയ റളിയല്ലാഹു തആലഹു വഫാത്തായി. ആ വഫാത്താകുന്നതിന് മുമ്പ് ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണം, ഖിലാഫത്ത് യസീദ് ബിൻ മുആവിയയുടെ കൈകളിൽ ഏൽപ്പിച്ചു. കണ്ടോ, അപ്പൊ മകനെ ഭരണം ഏൽപ്പിച്ചു. അധികാരമോഹിയാണ്. അത് വലിയ ഹിക്മത്തിന്റെ ഭാഗമാണ്. മുആവിയ റളിയല്ലാഹു തആലഹു മകൻ യസീദിനെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണമേൽപ്പിച്ചതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. നമ്മളത് പഠിക്കണം. അന്ന് അമവികൾക്കാണ് ഏറ്റവും അധികം സ്വീകാര്യതയുള്ളത്. അമവികളാണ് അവിടെ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ അമവിയല്ലാത്ത ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ, അമവികളിൽ നിന്നല്ലാത്ത ഒരു ഖലീഫ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് ഭിന്നതയുണ്ടാകും, വീണ്ടും ഫിത്നകൾ ഉണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അമവികളിൽ നിന്ന് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ മുആവിയ റളിയല്ലാഹു തആല നിർബന്ധിതനാവുകയാണ്. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആലഹുവിനെ. അപ്പോൾ ഒരു മാതൃകയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ഖലീഫയെ പ്രഖ്യാപിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹുവിന്റെ മാതൃകയുണ്ട്. ആ മാതൃകയാണ് മഹാനായ മുആവിയ റളിയല്ലാഹു തആല തെരഞ്ഞെടുത്തത്. രാജ്യം വിശാലമായിരിക്കുന്നു. റസൂലുള്ളാഹിയെ കണ്ടവരല്ല ജീവിച്ചിരിക്കുന്നത്. ഖിലാഫത്ത്, ഖലീഫമാരുടെ ഭരണത്തിൽ ജീവിച്ചവരല്ല അന്ന് ബാക്കിയുള്ളത്. അവർ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്. അബൂബക്കർ സിദ്ദീഖിനെ കാണാത്തവർ, ഉമർ ഖത്താബിനെ കാണാത്തവർ, ഉസ്മാൻ റളിയല്ലാഹു തആലഹുവിനെയും അലി റളിയല്ലാഹു തആലയും കാണാത്തവർ, ഈമാൻ ദുർബലമായവർ, അവരിലേക്ക് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിറഖത്തുണ്ടാകും, ഭിന്നിപ്പുണ്ടാകും, വീണ്ടും രക്തപ്പുഴ ഒഴുകും. 20 വർഷക്കാലം മുസ്ലിമീങ്ങൾ ഐക്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഖലീഫയെ യസീദിനെ തെരഞ്ഞെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഹിക്മത്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഗവേഷണമായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഭരണത്തിന് യോഗ്യനാണോ എന്നറിയാൻ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ യസീദ് ഇബ്നു മുആവിയയെ അദ്ദേഹം ഏൽപ്പിച്ചു. എന്നാൽ ഈ നിലപാടിന് ചില സ്വഹാബത്ത് എതിരായിരുന്നു. മുആവിയ റളിയല്ലാഹു തആലഹുവിന്റെ ഈ നിലപാടിന് ചില സ്വഹാബത്ത് എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മതപരമായ വിഷയത്തിലല്ല. മുആവിയ റളിയല്ലാഹു തആല ദീനിന്റെ വിഷയത്തിൽ സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ തഖ്വയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. സിയാസിയായ, രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളിൽ അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആലഹു അതിനെതിരായിരുന്നു. യസീദ് യോഗ്യനല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ മകൻ അതേ നിലപാടിലായിരുന്നു. അതോടൊപ്പം മറ്റു ചില സ്വഹാബാക്കളും, അന്ന് ജീവിച്ചിരുന്ന ചില സ്വഹാബാക്കൾ ആ അഭിപ്രായത്തിന് എതിര് നിന്നു. അതോടൊപ്പം കൂഫയിലെ ചില ആളുകൾക്കും ഇതേ അഭിപ്രായമുണ്ടായിരുന്നു. യസീദ് ഖലീഫയാകരുത്, ഭരണാധികാരിയാകരുത്. ആ കൂഫയിലുള്ള ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആലഹുവിന് കത്തുകൾ അയക്കുകയാണ്. നിങ്ങൾ കൂഫയിലേക്ക് വരണം, നിങ്ങൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്യും. കൂഫയിൽ നിന്ന് 500-ലധികം കത്തുകൾ മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു തന്റെ അരികിലേക്ക് അവർ കൊടുത്തയച്ചു. 500-ലധികം കത്ത് ആ കാലഘട്ടത്തിൽ. നിങ്ങൾ കൂഫയിലേക്ക് വന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയാകണം, ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം. ചില ആളുകൾ നേരിട്ട് വന്ന് ഹുസൈൻ റളിയല്ലാഹു തആലഹുവിനെ ക്ഷണിച്ചു, കൂഫയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്താണ് അവിടെയുള്ള അവസ്ഥ എന്നറിയാൻ ഹുസൈൻ റളിയല്ലാഹു തആലഹു മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന പ്രതിനിധിയെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. മുസ്ലിം, അദ്ദേഹം പ്രവാചക കുടുംബത്തിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആലഹുവിനോട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്.
മുസ്ലിം ഇബ്നു ഉഖൈൽ കൂഫയിലേക്ക് യാത്ര തിരിച്ചു. അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കി. 12,000-ഓളം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യാൻ കൂഫയിൽ തയ്യാറായി നിൽക്കുന്നു. 12,000 ആളുകൾ. അതിലൊരാളെയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കുന്ന സമയത്ത് സഹായത്തിന് കണ്ടിട്ടില്ല. അതിലൊരാൾ പോലും ഹുസൈൻ റളിയല്ലാഹു തആല അപകടത്തിൽപ്പെട്ടപ്പോൾ ആ പരിസരത്തുണ്ടായിട്ടില്ല. കൂഫ ചതിയുടെ നാടാണ്. ആ ചതി അലി റളിയല്ലാഹു തആല അറിഞ്ഞിട്ടുണ്ട്. ആ ചതി ഹസൻ റളിയല്ലാഹു തആല അറിഞ്ഞിട്ടുണ്ട്. ഷിയാക്കളുടെ സ്നേഹം കാപട്യത്തിന്റെ സ്നേഹമാണ്. 12,000-ഓളം വരുന്ന ആളുകൾ അവർ ബൈഅത്തിന് തയ്യാറായി നിൽക്കുന്നു. മുസ്ലിം ഇബ്നു ഉഖൈൽ ഹുസൈൻ റളിയല്ലാഹു തആല കത്തയച്ചു, താങ്കൾ കൂഫയിലേക്ക് വരണം. ഇവിടെ ഇതാ അത്രയും വലിയൊരു സംഖ്യ, വലിയ ആളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബൈഅത്ത് ചെയ്യാൻ അവർ തയ്യാറായി നിൽക്കുന്നു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല കത്ത് ലഭിച്ചു. അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. അന്നു ജീവിച്ചിരുന്ന സ്വഹാബാക്കൾ അദ്ദേഹത്തെ തടഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഹുസൈൻ റളിയല്ലാഹു തആല തടഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഹുസൈൻ റളിയല്ലാഹു തആല തടഞ്ഞു. അന്ന് ജീവിച്ചിരുന്ന സ്വഹാബികൾ മുഴുവൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല തടഞ്ഞു. കൂഫക്കാരുടെ ചതി അവർ ഓർമ്മപ്പെടുത്തി. ഹുസൈൻ, നിങ്ങളുടെ ഉപ്പ അലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ ചതിച്ച പാരമ്പര്യമുള്ളവരാണവർ, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. ഇനി അഥവാ നിങ്ങൾ പോവുകയാണെങ്കിൽ താങ്കൾ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുക, താങ്കളുടെ കുടുംബത്തെ മക്കയിൽ മദീനയിൽ വിട്ടേച്ചു പോവുക എന്നവർ പറഞ്ഞു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരുടെ ആ വാക്കിൽ വിശ്വസിച്ചു. അള്ളാഹു തനിക്ക് ഷഹാദത്തൊരുക്കിയത് അവിടെയാണെങ്കിൽ ഞാൻ അവിടേക്ക് പോവുക തന്നെ വേണം എന്നു പറഞ്ഞ് ഇസ്തിഖാറ നമസ്കരിച്ച് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം യാത്ര തിരിക്കുന്ന സമയത്ത് പല സ്വഹാബികളും പൊട്ടിക്കരയുന്നുണ്ട്, കൈപിടിച്ച് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നമസ്കാരം നിർവഹിച്ചുകൊണ്ട് 72ഓളം വരുന്ന പ്രവാചക കുടുംബത്തിലെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളുമായി യാത്ര തിരിച്ചു. നമുക്ക് വിശദമായി കൊണ്ട് ഈ ചരിത്രം പഠിക്കണം, മനസ്സിലാക്കണം. തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹക്ക് മനസ്സിലാക്കാൻ, സ്വഹാബത്തിന്റെ ശരിയായ ആ ഒരു ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം ഇബ്നു ഉഖൈൽ അദ്ദേഹം കൂഫയിലാണ്. 12,000-ഓളം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ആ സമയത്ത് കൂഫയിലെ ഗവർണറെ മാറ്റം വരുത്തി. പുതിയ ഗവർണറായിക്കൊണ്ട് കടന്നു വന്നത് ഉബൈദുള്ള ബിൻ സിയാദ്. ഉബൈദുള്ള കൂഫയിലെ ഗവർണറായി. അതുവരെ ബസ്രയിലെ ഗവർണറായിരുന്നു. ബസ്രയ്ക്ക് പുറമേ കൂഫയുടെ ഉത്തരവാദിത്തം കൂടെ ഉബൈദുള്ളയുടെ കൈകളിലേക്ക് എത്തി. യസീദ് ഇബ്നു മുആവിയ ഉബൈദുള്ളയോട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ തടയാൻ ആവശ്യപ്പെട്ടു. തടയാനാണ്, കൊല്ലാനല്ല, വധിക്കാനല്ല. വധിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ചരിത്രം പറഞ്ഞു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗം മനസ്സിലാകും. യസീദിനെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അദ്ദേഹത്തെ നമ്മൾ പുകഴ്ത്തുകയില്ല. ഇത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. അഹ്ലുസുന്നയിലെ കനപ്പെട്ട പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അവർ പഠിപ്പിച്ച നിലപാടാണ്. സ്വഹാബികളിലെ
മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ യസീദിനെ നമ്മൾ പുകഴ്ത്തുകയില്ല. എന്നാൽ ഫുജ്ജാറുകളെ പോലെ അദ്ദേഹത്തെ നമ്മൾ ഇകഴ്ത്തുകയുമില്ല. അദ്ദേഹത്തെ നമ്മൾ താറടിച്ച് മോശക്കാരനായി, കള്ളുകുടിയനായി, ആ രൂപത്തിലുള്ള സംസാരം നമ്മുടെ നാവിൽ നിന്ന് വരികയുമില്ല. ഇന്ന് അങ്ങനെയൊക്കെയാണ് പ്രചരണം. ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മളത് പറയും. ഉബൈദുള്ള കൂഫയിലേക്കെത്തി. കറുത്ത തലപ്പാവണിഞ്ഞുകൊണ്ട് അയാൾ കൂഫയിൽ പ്രവേശിച്ചു. വരുന്നത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആണ് എന്നു കരുതി ആ നാട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രവാചകന്റെ പേരക്കുട്ടി, നിങ്ങൾക്ക് മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിച്ചു. എന്നാൽ പുതിയ ഗവർണറാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ഉബൈദുള്ള മുസ്ലിം ഇബ്നു ഉഖൈലിനെ അന്വേഷിച്ചു. അഥവാ ഹുസൈൻ റളിയല്ലാഹു തആല പറഞ്ഞയച്ച പ്രതിനിധിയെ. അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞ 12,000 ആളുകൾ അവിടെയുണ്ട്. ഒരാളുപോലും ഒരു ഹർഫ് സംസാരിച്ചില്ല. ഇതാണ് കൂഫ, ഇതാണ് ഷിയാക്കൾ, ഇതാണ് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചതി. 500 കത്തുകൾ അയച്ചവർ, നേരിട്ട് ചെന്ന് ക്ഷണിച്ചവർ, ബൈഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞവർ, അവർ മിണ്ടാതിരുന്നു. മുസ്ലിം ഇബ്നു ഉഖൈൽ ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹത്തെ വധിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് ജനക്കൂട്ടത്തിലേക്ക് ആ മനുഷ്യൻ എറിഞ്ഞു. അതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ശരീരവും ആ ആൾക്കൂട്ടത്തിലേക്ക് ഇട്ടു. അദ്ദേഹത്തെ സംരക്ഷിച്ച വ്യക്തിയെയും വധിച്ചു. മുസ്ലിം ഇബ്നു ഉഖൈലിന് സംരക്ഷണം നൽകിയവരെയും വധിച്ചു. ഇത് നടക്കുന്നത് ഹിജ്റയുടെ 60-ൽ ദുൽഹിജ്ജ 9-ന് അറഫ ദിവസം. അറഫയിൽ മുസ്ലിമീങ്ങൾ സംഗമിക്കുമ്പോൾ അപ്പോഴാണ് ഈ ഒരു സംഭവം ചരിത്രത്തിൽ നടക്കുന്നത്. മരണത്തിന്റെ തൊട്ടു മുമ്പ് മുസ്ലിം ഇബ്നു ഉഖൈൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മരണത്തെ പേടിച്ചുകൊണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി അദ്ദേഹം ഒരു അപകടത്തിലേക്കാണല്ലോ യാത്ര തിരിച്ചിരിക്കുന്നത് എന്നാലോചിച്ചുകൊണ്ടാണ് തൻ്റെ വാക്ക് കേട്ട് പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരു അപകടത്തിലേക്ക് യാത്ര തിരിച്ചല്ലോ എന്നാലോചിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. കൂഫയിൽ നടക്കുന്ന കാര്യങ്ങൾ ഹുസൈൻ റളിയല്ലാഹു തന്നെ അറിഞ്ഞിട്ടില്ല. കാരണം മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അങ്ങനൊരു കഴിവ് ആർക്കുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിക്ക് പോലുമില്ല മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ. കൂഫയിൽ നടക്കുന്ന കാര്യം മദീനയിൽ അറിയാൻ, മക്കയിൽ അറിയാൻ അങ്ങനൊരു കഴിവ് റബ്ബ് നൽകിയിട്ടില്ല. ഇന്ന് ഇസ്ലാമിക വേഷം ധരിച്ച്, തട്ടം ധരിച്ച്, പർദ്ദ ധരിച്ച് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ജ്യോത്സ്യന്റെ മുന്നിൽ, കണിക്കന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തെ, കാണാതായ പാസ്പോർട്ട് കണ്ടെത്താൻ, എപ്പോഴാണ് കുഞ്ഞുണ്ടാകുക എന്നറിയാൻ, തൻ്റെ കച്ചവടത്തിലെ ലാഭങ്ങളെക്കുറിച്ചറിയാൻ ഇസ്ലാമിക വേഷം ധരിച്ച് ഈമാൻ പണയം വെച്ച്, വിശ്വാസം പണയം വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുമ്പോൾ മറഞ്ഞ കാര്യം അറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിക്ക് പോലും അറിഞ്ഞിട്ടില്ല. സ്വഹാബത്തിൽ ഒരാൾ പോലും അറിഞ്ഞില്ല. അവിടെ മുസ്ലിം ഇബ്നു ഉഖൈൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹുസൈൻ ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് താങ്കൾ പുറപ്പെടരുത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞില്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല പുറപ്പെട്ടു. ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന ഖുതുബയിൽ അതിനുശേഷമുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഇസ്ലാമിക ചരിത്രത്തിൽ ആ കർബലയുമായി ബന്ധപ്പെട്ട ഒരു അമലും പഠിപ്പിച്ചിട്ടില്ല. ഒരു പ്രത്യേക ആരാധന ആ ദിവസത്തിലില്ല. അങ്ങനെ ഒരു ദുഃഖാചരണമില്ല. ചെയ്തുപോയ ചതിയുടെ, കൊടും ചതിയുടെ അത് കരഞ്ഞു തീർക്കാണ് ഇന്ന് ഷിയാക്കൾ. അന്നൊന്നും ചെയ്തില്ലല്ലോ എന്നതിൻ്റെ ലജ്ജയാണ് ഇന്ന് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദുഃഖാചരണമുണ്ടെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു തആലയുടെ പിതാവ് അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ആ ദിവസത്തിൽ എന്തേ ഒരു ദുഃഖാചരണമില്ലാത്തത്?
മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട 2 പെൺമക്കളെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ, മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തിന്റെ രക്തം വീണില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസത്തിൽ ഒരു ദുഃഖാചരണം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ? ഉമർ, നിങ്ങളൊരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിശാചു പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ ഈമാനിന്റെ ഉടമ ഉമർ ഇബ്നുൽ ഖത്താബ് മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രക്തസാക്ഷിയാകുന്നത്. ഒരു ദുഃഖാചരണമുണ്ടോ? ശരീരത്തിൽ നെഞ്ചടിച്ച് ആയുധങ്ങൾ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഒരു കരച്ചിലും അട്ടഹാസങ്ങളും ഇസ്ലാമിലുണ്ടോ? ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ദിവസത്തിൽ ഒരു ദുഃഖാചരണമുണ്ടോ? ഇതൊന്നുമില്ല എങ്കിൽ മുഹറം 10 ഷിയാക്കൾ നടത്തുന്ന ഈ ആചാരം അത് ഇസ്ലാമികമല്ല. ഷിയാക്കൾ നമ്മളറിയാതെ ഇസ്ലാമിക ചരിത്രത്തിൽ തിരുകിക്കയറ്റ് ഇന്നും മുആവിയ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ. മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹം എന്തോ ഇസ്ലാമിനോട് ചെയ്ത എന്തോ ഒരു വ്യക്തിയാണ് എന്നൊരു തോന്നൽ ഉണ്ട് എങ്കിൽ നമ്മളറിയാതെ ഷിയായിസം, അവരുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. സ്വഹാബത്തിനെ സ്നേഹിക്കുക. അല്ലാഹു ശരിയായ അഖീദയിൽ മരണപ്പെടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസോടുകൂടെ ദീനി രംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ.